തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നീതി കിട്ടും വരെ വോട്ടില്ല. ചേർത്തലയിൽ ആദിവാസി കുടുംബത്തിന് പ്രതിഷേധം. ചേർത്തല താലൂക്കിലെ പാണാളി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ആദിവാസി കോളനിയിൽ താമസിക്കുന്ന ഷാജിയും കുടുംബവും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു. കുടുംബത്തിലെ 11 വോട്ടുകളും രേഖപ്പെടുത്താതെ ഇതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണിവർ. 35 വർഷമായി പാണാളി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ജാതിപരമായും വ്യക്തിപരമായും കുടുംബപരമായും പീഡനമാണ് വോട്ട് ബഹിഷ്കരണത്തിന് പിന്നിലെന്ന് ഷാജി ആരോപിച്ചു. നമസ്കാരം, എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ ചേർത്തല താലൂക്കിലെ പാണാളി പഞ്ചായത്തിൽ 17-ാം വാർഡിൽ ആദിവാസി കോളനി താമസിക്കുന്നു. ഈ 2025-26 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ എൻ്റെ കുടുംബത്തിൽ 11 വോട്ടുകളും എൻ്റെ മറ്റ് ബന്ധുക്കളുടെ കൂടി 15 വോട്ടുകളുമുണ്ട്. ഈ വർഷത്തെ എൻ്റെ സമ്മതിദാന അവകാശം വോട്ടിലൂടെ രേഖപ്പെടുത്താതെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രതിഷേധിക്കുകയാണ്, ബഹിഷ്കരിക്കുകയാണ്. കാരണം 35 വർഷം കാലമായി പാണാവള്ളി പഞ്ചായത്ത് ഭരണാധികാരികൾ എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെ ക്രൂരമായി ജാതിപരമായും വ്യക്തിപരമായും കുടുംബപരമായും ഉപദ്രവിച്ചു വരികയാണ്. ഒരു ആനുകൂല്യം പോലും, ഒരു സാമാന്യം ഒരു കുടുംബത്തിന് അത്യാവശ്യം വേണ്ട ഒരു ശൗചാലയം പോലും നൽകാതെ ഒറ്റപ്പെടുത്തി പീഡിപ്പിച്ചു വരികയാണ്. മാത്രമല്ല, എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാതെ തടഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ നടപടി മൂലം ഈ വോട്ട് ഞാനും എൻ്റെ കുടുംബവും ബഹിഷ്കരിക്കുകയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കളെ ഈ പഞ്ചായത്ത് ഭരണാധികാരികളും കുറച്ച് പാർട്ടി പ്രവർത്തകരും ചേർന്ന് ഒരു രഹസ്യ പരാതി, ഒരു വ്യാജ പരാതി നൽകി എൻ്റെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യുന്നില്ല, അവർക്ക് പട്ടിണിയാണ് എന്നുള്ള ഒരു പരാതി കൊടുത്ത് എൻ്റെ മക്കളെ ഇവിടെ CWC കൊണ്ട് ഇവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സത്യസന്ധമായ ഒരു സംഭവം ഞാൻ ചെറുതായിട്ട് നിങ്ങളെ സൂചിപ്പിക്കാം. എൻ്റെ ഇതിൽ കാണുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പാണാവള്ളി പഞ്ചായത്ത് SC/ST കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണത്തിൻ്റെ റെസീറ്റുകളാണ്. എൻ്റെ മക്കൾക്ക് 4 പേർക്കും കൂടി ഒരു വർഷം അനുവദിച്ചത് 17,000 രൂപയാണ്. ഈ 17,000 രൂപയുടെ യൂണിഫോം പദ്ധതി അനുവദിച്ചിട്ടും നാളെ ഇക്കാലമായിട്ടും ഈ പഠന ഉപകരണങ്ങൾ ഈ പിള്ളേർക്ക് കൊടുത്തിട്ടില്ലെന്നുള്ളതാണ്. ഈ സത്യം പറയുമ്പോൾ എൻ്റെ അതിനുള്ള രേഖകളുണ്ട്. ഞാൻ വിവരാവകാശ നിയമം അനുസരിച്ച് പാണാവള്ളി പഞ്ചായത്തിൽ ചോദിച്ച ഒരു ചോദ്യം, ബാക്കി ചോദ്യങ്ങൾ ഞാൻ പറയാം. ഒരു ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് വഴി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 2024-25 അധ്യയന വർഷത്തിലേക്ക് അനുവദിച്ചുള്ള യൂണിഫോം പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത കുട്ടികളുടെ സാമ്പത്തിക അല്ലെങ്കിൽ അതിൻ്റെ പണം കൈമാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിലെനിക്ക് അവർ തന്ന മറുപടി, ആദിവാസി വിദ്യാർത്ഥികൾക്കായി 2024-25 വർഷം യൂണിഫോം പദ്ധതിക്കായി ചെലവഴിച്ച തുക 47,700 രൂപ. പദ്ധതിക്കായി തിരഞ്ഞെടുത്ത സ്ഥാപനത്തിൻ്റെ പേര് ബിസ്മി സ്റ്റോഴ്സ് പൂച്ചാക്കൽ. സ്ഥാപന ഉടമയുടെ പേരിൽ 47,700 രൂപ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മക്കൾ പഠനോപകരണങ്ങൾ മേടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പാണാവള്ളി പഞ്ചായത്ത് അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന കാര്യം, ഈ ഒരു റെസീറ്റുമായി ചെല്ലുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ കാണുന്ന തുകക്കുള്ള സാധനങ്ങൾ കൊടുത്തതിന് ശേഷം ഈ റെസീറ്റിൻ്റെ പിൻഭാഗത്ത് കൈപ്പറ്റ് റെസീറ്റ് എഴുതി കൊടുക്കണം. ആ റെസീറ്റ് ഇന്നും 2 വർഷമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ പണം ബിസ്മി സ്റ്റോഴ്സിന് കൈമാറിയതെന്ന് പഞ്ചായത്ത് പറയണം.
ഒരു ആനുകൂല്യമോ ശൗചാലയ സൗകര്യം പോലും ലഭിക്കാതെ കുടുംബത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മക്കളുടെ വിദ്യാഭ്യാസ അനുബന്ധ ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞുവച്ചതായും ഷാജി പറഞ്ഞു. താൻ കഷ്ടപ്പെട്ട് സ്ഥലം വാങ്ങി വീട് പണിതുമാണ് താമസിക്കുന്നതെന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്നും ഷാജി വ്യക്തമാക്കി. ആദിവാസി കുടുംബമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് ഷാജിയുടെ ഭാര്യ രാജി വ്യക്തമാക്കി. നീതി ലഭിക്കുന്നവരെയും വോട്ട് രേഖപ്പെടുത്തുന്നില്ലെന്ന നിലപാടിലാണ് ഷാജിയും കുടുംബവും. 2025-26 യൂണിഫോം പദ്ധതി പ്രകാരം ജൂണിൽ അനുവദിച്ച അല്ലെങ്കിൽ മെയ്യിൽ അനുവദിച്ച യൂണിഫോം ഇന്നും പാടത്തറ ടെക്സ്റ്റൈൽസ് കൊടുത്തിട്ടില്ല. ഇന്നും എൻ്റെ മക്കൾ ആ കട കയറി ഇറങ്ങി നടക്കുകയാണ്. ഇതിനെതിരെ പല പരാതികളും ഞങ്ങൾ പാണാവള്ളി പഞ്ചായത്തിൽ കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല. അതനുസരിച്ചാണ് ഞാൻ വിവരാവകാശം കൊടുത്തത്. അന്ന് ആ പഞ്ചായത്ത് സെക്രട്ടറി വിവരാവകാശം വായിച്ചപ്പോൾ എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് ഈ വിവരാവകാശം പിൻവലിക്കാനാണ്. അതിൻ്റെ ആവശ്യം എനിക്കില്ലാന്ന് തോന്നിയുകൊണ്ടാണ് ഈ മറുപടി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. രണ്ടാമത് എന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ കാര്യം വന്നത് ഈ കുടുംബത്തിൽ ഒരു കക്കൂസ് പോലും അനുവദിക്കാത്ത, ഒരു പിടി മണ്ണ് പോലും അനുവദിക്കാത്ത ഈ പഞ്ചായത്ത് ഉടമകൾ എന്നെ ഉപദ്രവിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ ഈ പഞ്ചായത്ത് ഭരണാധികാരികളോട് ചെയ്തിട്ടുള്ളത്? ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ അധ്വാനിച്ച്, ഞാൻ സ്ഥലം മേടിച്ച്, ഞാൻ വീട് വെച്ച് ഞാനും എൻ്റെ കുടുംബം താമസിക്കുന്നു. പാണാവള്ളി പഞ്ചായത്തിൽ ഒരു ആനുകൂല്യം വേണ്ടി ഊരുകൂട്ടം പോലും ഞാൻ കൂടാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഊരുകൂട്ടത്തിലെ ഊരുമുപ്പൻ തിരഞ്ഞെടുക്കുന്നത് പഞ്ചായത്താണ്, അവരുടെ പാർട്ടിക്കാരെ എടുക്കുകയുള്ളൂ. ആ ഊരുമുപ്പം പോലും ഞങ്ങൾക്കെതിരാണ്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുടുംബത്തെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട്, നൽകാതിരുന്നു കൊണ്ട്, അതിദാരിദ്ര്യ കുടുംബമെന്ന് മറ്റ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അനാഥാലയത്തിലേക്ക് വിടാനുള്ള ആ ഗൂഢാലോചന, അത് എന്തിനാണെന്നുള്ളത് പാണാവള്ളി പഞ്ചായത്ത് അധികാരികൾ പറയണം. ഇതാണ് എൻ്റെ ചോദ്യം. ഈ എൻ്റെ കുടുംബത്തിലുള്ള അവഗണനയും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപങ്ങളും നിർത്തുന്നത് വരെ ഈ ബഹിഷ്കരണം ഞങ്ങൾ തുടരും. അതിൽ യാതൊരു സംശയമില്ല. ഇതെൻ്റെ മൗലിക അവകാശമാണ്. ഞാൻ വോട്ട് രേഖപ്പെടുത്തണോ വേണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയും ഇതിനോടൊപ്പം എന്നോട് ചേർന്നുകൊണ്ട് അവൾ നിങ്ങളോട് 2 വാക്ക് പറയും. എൻ്റെ പേര് രാജി, ഞാൻ ഷാജിയുടെ ഭാര്യയാണ്. എൻ്റെ വീടാണ് ഈ കാണുന്നത്. താമസിക്കുന്നത് ഗിരിജൻ കോളനിയിലാണ്. ഇത് പാണാവള്ളി പഞ്ചായത്താണ്, 15-ാം വാർഡാണ്. ഇപ്പോഴത്തെ 17-ാം വാർഡാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും പാണാവള്ളി പഞ്ചായത്ത് ഭരണാധികാരികൾ ഞങ്ങൾക്ക് തരുന്നില്ല. അതെന്താ കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ ആദിവാസികളായതുകൊണ്ടാവാം. അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതല്ല. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.